പ്രാചീന കാലം മുതൽ കൈമാറ്റം ചെയ്യപ്പെട്ടു പോന്നിരുന്ന ചില ശക്തികളുണ്ട്, ചില അസ്ത്രങ്ങൾ. എന്നാൽ എല്ലാ അസ്ത്രങ്ങളെക്കാളും പവർഫുള്ളായ മറ്റൊരു അസ്ത്രമുണ്ട്. അതാണ് ബ്രഹ്മാസ്ത്രം. ഇതാരും ഇതുവരെ പറയാത്തൊരു കഥയാണ്. 8 വർഷങ്ങൾ കൊണ്ട് ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച് ഞാൻ ഒറ്റയ്ക്കുണ്ടാക്കിയെടുത്ത ഈ കഥയ്ക്ക് പണ്ടെങ്ങോ കണ്ടുമറന്ന ഏതെങ്കിലും സിനിമകളൊക്കെ ആയിട്ട് സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രം. അപ്പോൾ കഥയിലേക്ക് കടക്കാം. ഇവനാണ് ശിവ, വെളിച്ചത്തിന്റെ കാവൽക്കാരൻ. മൂപ്പര് DJക്കാരനാണ്. ഒരു ദിവസം ശിവ അടുത്തുള്ള ഒരു അമ്പലത്തില് തൊഴാൻ വേണ്ടി പോവാണ്. അവിടെ വെച്ച് മൂപ്പരുടെ മനസ്സിൽ കുറെ വിഷ്വൽസ് ഒക്കെ മിന്നി മറയുകയാണ്. അതായത് നമ്മുടെ ഹാരി പോട്ടറിലൊക്കെ ഉള്ള പോലെ. സംഭവം ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഭൂമിയിൽ കുറെ അസ്ത്രങ്ങളുണ്ട്. ഓരോ അസ്ത്രങ്ങളും ഓരോ ആളുകളുടെ കയ്യിലാണ്. പക്ഷെ എല്ലാ അസ്ത്രങ്ങൾക്കും തലവനായിട്ടൊരു അസ്ത്രമുണ്ട്. ലോർഡ് ഓഫ് ദ അസ്ത്രം, ബ്രഹ്മാസ്ത്രം. ഈ കഥ ഞാൻ എവിടെയോ കേട്ടുണ്ടല്ലോ. It began with the forging of the great rings. One ring to rule them all. രണ്ടടങ്ങ എരുടെ ചോറിനുള്ള ഒരു വയറും ഇളിഞ്ഞൊരു മോന്തയുണ്ട് സ്വന്തമായിട്ടല്ലേ. ഓറിയോ ബിസ്ക്കറ്റ് പോലെയുള്ള ഈ സാധനമാണ് ബ്രഹ്മാസ്ത്രം. അസ്ത്രങ്ങളിൽ വെച്ച് പവർ കൂടിയ സാധനമാണ് കേട്ടോ. ഈ സാധനം നിലവിൽ 3 കഷ്ണങ്ങളായിട്ടാണ് കിടക്കുന്നത്. ഓരോ കഷ്ണങ്ങളും ഓരോരുത്തരാണ് സൂക്ഷിക്കുന്നത്. ഇത് സൂക്ഷിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ വേറെയും പവർഫുൾ ആയിട്ടുള്ള ചില അസ്ത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ സൂക്ഷിപ്പുകാരിൽ ഒരാളാണ് ഫേമസ് ആയിട്ടുള്ള ഈ സയന്റിസ്റ്റ്. സോ നമ്മുടെ വില്ലന് ഈ 3 കഷ്ണങ്ങളും വേണം. അതിനുവേണ്ടി വില്ലന്റെ ആൾക്കാര് ഓരോരുത്തരെയായിട്ട് തേടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എവിടെയൊക്കെ തെരഞ്ഞിട്ടും കാര്യമില്ല മക്കളെ. മൂപ്പരത് വേറെ ഏതോ രൂപത്തിലാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, നമ്മുടെ ഹാരി പോട്ടറിലെ പോലെ. அதை யாரும் எளிதில் கண்டுபிடிக்க முடியாதபடி ஒவ்வொன்றையும் ஒவ்வொரு ரகசிய பொருளில் மறைத்து வைக்கிறான். വണക്കം സയന്റിസ്റ്റ്. ഈ ചേച്ചി നമ്മുടെ വില്ലന്റെ ആളാണ് കേട്ടോ. പേര് ജുനൂൺ. ഇവർക്കും കുറച്ച് പവറൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ വാണ്ടാ വിഷനെ പോലെ. ഇത്രയും സീരിയസ് ആയിട്ടുള്ള കുറച്ച് വിഷ്വൽസ്, അതും HD ദൃശ്യമികവോടെ മനസ്സിൽ കണ്ട നമ്മുടെ ശിവ താനിപ്പോ എന്താണ് കണ്ടത് എന്ന് ചിന്തിക്കാൻ പോലും നിൽക്കാതെ ഈ ബ്രഹ്മാസ്ത്രത്തിനൊക്കെ പട്ടി വില കൊടുത്ത് അമ്പലത്തിൽ വെച്ച് ഒരു പെണ്ണിനെ കണ്ട് മയങ്ങി നിൽക്കാണ്. അങ്ങനെ ആ പെണ്ണിന്റെ പിന്നാലെ കുറെ നടന്ന ശേഷം ശിവ അവളോട് സംസാരിക്കാനായിട്ട് കടന്നു പൊരിയാണ്. ചെക്കൻ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. നമ്മളൊക്കെ ഒരു പെൺകുട്ടീന് ഇഷ്ടായ അവളുടെ പിന്നാലെ കുറെ നടന്ന് പേരറിഞ്ഞ് നാടറിഞ്ഞ് നാളറിഞ്ഞ് നമ്പർ അറിഞ്ഞ് കാശെറിഞ്ഞ്. പക്ഷെ ഇവിടെ ഒരുത്തൻ ഡയറക്റ്റ് ആയിട്ട് കാര്യത്തിലേക്ക് കിടക്കാണ്. സമയം വെറുതെ കളയാൻ പറ്റില്ലേ. ഇവളാണെങ്കിൽ ഒരു പരിചയം ഇല്ലാത്ത ഇവനെ കണ്ട് ഇഷ്ടപ്പെട്ട് പാർട്ടിക്കൊക്കെ വിളിക്കുന്നുണ്ട്. ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. ഒരു ട്രെയിൻ പോണ പോലെയാണ് ഈ സിനിമ പോണത്. എല്ലാം വളരെ പെട്ടെന്നാണ്. 5-10 സിനിമേന്ന് അടിച്ചു മാറ്റിയതൊക്കെ കാണിക്കണ്ടേ. അപ്പൊ എല്ലാം വളരെ പെട്ടെന്നായല്ലേ പറ്റുള്ളൂ. നായകൻ വരുന്നു, നായിക വരുന്നു, പ്രേമം പൂത്തുലയുന്നു. നിന്റെ താടിക്ക് ഞാൻ തീ കൊളുത്തുന്നു. ഇതിന്റെ ഒക്കെ ഇടയില് ഈ ചപ്പാത്തി കല്ലും. ഈ പെണ്ണിന്റെ പേരാണ് ഇഷ. അങ്ങനെ ഇഷ ആരാന്ന് പോലും അറിയാത്ത ഇവന്റെ കൂടെ ടെറസൊക്കെ ചാടി ചാടി പാർട്ടിക്ക് പോവാണ്. അഡ്വഞ്ചർ ആണ് ഇത്ര. സംഭവം ഇഷയ്ക്ക് ശിവയെ കുറിച്ച് മുഴുവനായിട്ടൊന്നും അറിയില്ലെങ്കിലും ശിവയ്ക്ക് ഇഷനെ കുറിച്ച് ഒന്നും അറിയില്ല. ഇഷ ആരാണ്, എവിടെയാണ് ഇവളുടെ വീട്, ഇവളുടെ അച്ഛനും അമ്മയും ആരാണ്, ഇതൊന്നും ഈ പടത്തിൽ പറയണില്ല. അത് എഴുതി കാണിച്ചാ മതിയാ. ഇനി നമ്മുടെ ശിവന്റെ കുറച്ച് മോട്ടിവേഷൻ ഒലുത്താം. என்னோட லைஃப்ல ஒரு சிம்பிள் தியரி இருக்கு. எப்ப வாழ்க்கை இருட்டாயிடுதோ அப்போ பெரியோர்களே தாய்மார்களே லைட் தேடுங்க. ഇത് ഞാൻ എവിടെയോ. ரொம்ப சந்தோஷமா இருக்கலாம் இருட்டா இருக்கிற காலத்துல. அதாவது யாராவது ஒருத்தர் விளக்கேத்தி வச்சா എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ കൊണ്ടുപോകുന്നു. ഗോപാലൻ. ഒരു കഥ എഴുതുമ്പോ അതിൽ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി ചേർക്കണം. മനസ്സിലായടാ. லைட் தான் நம்ம வாழ்க்கையை உயிரோட வச்சிருக்கு. அந்த லைட் எங்க போய் தேடுறது? ഏറെക്കുറെ എല്ലാ കടയിലും കിട്ടും. ഇലക്ട്രോണിക്സ് കടയിൽ എന്തായാലും കിട്ടും. CFL വാങ്ങണ നല്ലത്, കാശ് ലാഭിക്കാം. நம்ம இதயத்தை திறந்து வச்சா எல்லா இடத்துலயும் லைட் இருக்கும். ഇതുപോലെയാണോ?
അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ശിവന്റെ മനസ്സിൽ വീണ്ടും നേരത്തെ കണ്ട സയന്റിസ്റ്റിന്റെ കഥയുടെ ബാക്കി എപ്പിസോഡ് ടെലികാസ്റ്റ് ആവുകയാണ്. നമ്മുടെ സയന്റിസ്റ്റിനെ കെട്ടിയിട്ട് ജുനൂണും ടീമും കൂടി പ്രത്യേക മന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് അയാളുടെ മനസ്സിലുള്ളതൊക്കെ അറിയാൻ ശ്രമിക്കുകയാണ്. അതായത് ഹാരി പോട്ടറിലെ പോലെ முன்னாடிலாம் தீய சக்திகளோட தலைவன் தனக்கு பலியாரவங்களோட மனசுல புகுந்து கொடுமைப்படுத்துவான். പോതു നിർത്തുക. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. അങ്ങനെ ഒരുപാട് വേദന സഹിക്കാൻ പറ്റാത്ത സയന്റിസ്റ്റ് സൂയിസൈഡ് ചെയ്യുകയാണ്. പിറ്റേന്ന് ബോധം വന്ന ശിവ ഇഷയെ തേടി കണ്ടുപിടിച്ച് എല്ലാ കാര്യങ്ങളും അവളോട് പറയുന്നു. 3 கொலைகாரங்க கிட்ட இருந்து அந்த சயின்டிஸ்ட் தப்பிக்க நினைச்சாரு. இப்போ அந்த கில்லர்ஸ் வேற யாரையோ தேடிக்கிட்டு இருக்காங்க. அனிஷ் ஷெட்டி. A few moments later. யாருன்னு சரியா ஞாபகத்துக்கு வரல. ஆனா இவரும் ஒரு ஃபேமஸான ஆள் தான். അതങ്ങനെ വരൂ, അങ്ങനെ സംഭവിക്കൂ. ഇത് രണ്ടും ഗസ്റ്റ് റോളാണ്, സയന്റിസ്റ്റും ആർട്ടിസ്റ്റും. അപ്പൊ ഈ രണ്ടുപേരും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരായല്ലേ പറ്റുള്ളൂ. അങ്ങനെ അനീഷ് ഷെട്ടി എന്ന ഫേമസ് ആർട്ടിസ്റ്റിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശിവ മുന്നിട്ടിറങ്ങുകയാണ്. அந்த ஆர்டிஸ்ட நான் காப்பாத்தணும். அது என்னோட கடமை. நானும் உன்னோட கூட வரேன் வாரணாசிக்கு. എന്തിനാണ് ഈ പെണ്ണ് ഒരു പരിചയമില്ലാത്ത ഇവന്റെ ഒപ്പൊക്കെ വാരണാസി വരെ പോണത്? ഇഷാന என்ன அர்த்தம் தெரியுமா? பார்வதி. അതിനൊന്നുമില്ലേ? இந்த சிவாக்கு துணையா பார்வதி வரலன்னா வேற யார் வருவா? അങ്ങനെ ഇവര് ആർട്ടിസ്റ്റിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒട്ടും സമയം കളയാതെ വാരണാസിയിലേക്ക് പോവാണ്. ജീവൻ രക്ഷിക്കാൻ പോണ ആൾക്കാരാണ് കേട്ടോ. പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് പോണത്. ഇതൊക്കെ പാടി കഴിയുമ്പോഴേക്കും അയാൾ ചത്ത് പരലോകത്തെത്തിണ്ടാവും. അതിന്റെ ഇടയില് നമ്മുടെ ശിവന്റെ കയ്യില് തീ പിടിക്കാണ്. சிவா உன்னோட கை. இஷா நெருப்பு என்ன ஒண்ணும் பண்ணாத. എന്താ VFX ആയോണ്ടാണോ? உண்மையில நீ யாரு? ആദ്യം ഇയാൾ ആരാന്നറി, എന്നിട്ടുണ്ടാക്ക് കേസരിയും കൊഴക്കട്ടൊക്കെ. உண்மையில நீ யாரு? ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര്. எதுவா இருந்தாலும் சொல்லிடு ஐ சிவா. லவ் யூ. ഇവരുടെ ഈ ഡ്രാമ കഴിയണ വരെ വില്ലന്മാര് മറ്റേ ആർട്ടിസ്റ്റിനെ കൊല്ലാതെ കാത്തിരുന്നു കേട്ടോ. சிவா ആർട്ടിസ്റ്റ്. ഇവർ 5 മിനിറ്റും കൂടി വൈകിണ്ടായിരുന്നെങ്കിൽ അയാൾ ചത്തുണ്ടാവും. ചേട്ടാ ഒന്നും പറ്റാത്തതിൽ സന്തോഷിക്കല്ലേട്ടാ വേണ്ടത്. അങ്ങനെ ശിവ ആർട്ടിസ്റ്റ് ബേബിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ ജിയോന്റെ ഒരു പരസ്യം. எங்க உங்க ஃபோன் கொஞ்சம் கொடுக்குறீங்களா ப்ளீஸ்? இப்பதான் ஜியோவோட அவுட் கோயிங் எல்லாம் ஃப்ரீ ஆயிடுச்சே. ഇതിനിടെ കൂടെ അങ്ങനെ അങ്ങ് ഉണ്ടാക്കണ്ട. അതിനിടെ കൂടെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. யார் நீ? அனிஷ் எங்க இருக்கான்? சிவா. ഈ പടത്തിൽ ഈ ഇഷ ഏതാണ്ട് 103 തവണയാണ് ശിവ 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 എന്ന് പറഞ്ഞ് വെറുപ്പിക്കണത്. சிவா 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 കേട്ട് കേട്ട് ഞാൻ മടുത്തു. சிவா 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 ശങ്കരാ சிவா 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 ശങ്കരാ ദുരിത സമനദായക ഓദയാമയ. ആർട്ടിസ്റ്റിനെ രക്ഷിക്കാൻ വേണ്ടി ഇവര് വാരണാസി വരെ വന്നിട്ട് ഇതിപ്പോ ഇവരെ ഇയാളാണല്ലോ രക്ഷിച്ചത്. നമ്മുടെ സയന്റിസ്റ്റിനെ പോലെ തന്നെ ആർട്ടിസ്റ്റിന്റെ കയ്യിലും ഒരു അസ്ത്രമുണ്ട്, നന്ദി അസ്ത്രം. நீங்க ஆசிரமத்தோட அட்ரஸ் மட்டும் சொல்லுங்க போதும். അങ്ങനെ ആർട്ടിസ്റ്റ് ബേബി അസ്ത്രങ്ങളുടെ ഹെഡ് ഓഫീസിലേക്കുള്ള രഹസ്യ വഴി ആരാന്ന് പോലും അറിയാത്ത ഇവർക്ക് പറഞ്ഞു കൊടുക്കാണ്. ഇയാളൊക്കെയാണ് ബ്രഹ്മാസ്ത്രം സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചേക്കണ്. ഈ ഹെഡ് ഓഫീസ് അങ്ങ് ഹിമാലയത്തിലാണ്. ഈ ഹെഡ് ഓഫീസിലാണ് അസ്ത്രവിദ്യകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതായത് നമ്മുടെ ഹാരി പോട്ടറിലെ ഹോഗ്വേർട്സ് പോലെ. சார் இந்த பிரம்மாஸ்திரம்னா என்ன? സർവ അസ്ത്ര പ്രധാനം സൃഷ്ടി വിജയേത കാരകം. ആ എല്ലാം മനസ്സിലായി. മനുഷ്യന് മനസ്സിലാവണ പോലെ പറഞ്ഞാടോ. സർവാസ്ത്രങ്ങളോട് അധിപതി ബ്രഹ്മാസ്ത്രം. அப்ப அந்த பிரம்மாஸ்திரத்தோட பாகம் உங்ககிட்ட இருக்கா? அப்ப நாங்க அதை பார்க்க முடியுமா? അത് ശരി, സർവ്വ അസ്ത്രങ്ങളിൽ മെയിൻ അസ്ത്രമാണ് ഈ ചപ്പാത്തി കല്ല് എന്നാണ് ഇവര് പറയണത്. എന്നിട്ട് ഇത് ബനിയന്റെ ഉള്ളിലും കഷത്തിന്റെ ഇടയിലൊക്കെയാണ് പൊതിഞ്ഞു കെട്ടി വെച്ചേക്കണത്. സൂപ്പർ. ഈ ബാങ്കിൽ ഇനിയും അസ്ത്രങ്ങൾ ഉണ്ടോ? சார் அவனுக்கு மறுபடியும் ஏதோ விஷயம் தெரிய ஆரம்பிச்சிருக்கு. വാണ്ടാവിഷനാണോ? சார் அவனுக்கு மறுபடியும் ஏதோ விஷயம் தெரிய ஆரம்பிச்சிருக்கு. வரட்டும் இஷா, எனக்கு அது என்னன்னு பார்க்கணும். அவனுக்கு தெரிஞ்சிருக்கு நாம எங்க போறோம், என்ன செய்றோம், எல்லாமே. அவங்க நம்மள பாத்துக்கிட்டு இருக்காங்க. ചേട്ടാ മോഷ്ടിക്കരുത്, ചേട്ടാ മോഷ്ടിക്കരുത്, ചേട്ടാ മോഷ്ടിക്കേ ചെയ്യരുത്. എന്ത്? ഞാൻ മോഷ്ടിച്ചെന്നോ? നോക്കുമ്പോ ജുനൂണും ടീമും അരമണിക്കൂർ മുമ്പേ ഒരു ലോറിയിൽ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇവരെന്തിനാണ് ഈ മരത്തടിയൊക്കെ ലോഡ് ചെയ്ത വണ്ടി എടുത്തത് എന്നാവോ? இதை எப்படியாவது குரு கிட்ட போய் சேர்த்துருங்க. അങ്ങനെ ഇന്നലെ കണ്ട ഏതോ 2 പേരുടെ കയ്യില് ഈ ചപ്പാത്തി കല്ല് കൊടുക്കാണ്.
ഈ പെണ്ണാണെങ്കിൽ അതുക്കും മേലെ കാറിന്റെ ഫ്രണ്ടിലൊക്കെയാണ് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം വെക്കണത്. വരുന്നവരും പോണവരും ഒക്കെ പൊട്ടന്മാരാണല്ലോ. അങ്ങനെ നമ്മുടെ ആർട്ടിസ്റ്റ് തന്റെ പവർ ഉപയോഗിച്ച് ജുനൂണിനെ തടഞ്ഞു നിർത്തി പടാവാണ്. ஒரு வழியா 2 கிலர்ஸும் அப்ப மூணாவது ഇയാളെന്താ കോഴിയോ? ശിവ 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 വെറുപ്പിക്കാനായിട്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഇവന്മാര് ഹോഗ്വേർട്സിലെത്തി, അല്ലല്ല ബ്രഹ്മാൻഷിലെത്തി. ഇയാളാണ് ഇവിടുത്തെ ഹെഡ്മാസ്റ്റർ, നമ്മുടെ ഡംബിൾഡോറിനെ പോലെ. നമ്മുടെ ശിവയ്ക്ക് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ശിവന്റെ ചെറുപ്പത്തില് അവന്റെ അമ്മ എങ്ങനെയോ തീ പിടിച്ച് അവന്റെ മുന്നിൽ വെച്ച് തന്നെ മരിക്കും. ആ റൂം ഫുള്ള് തീ കത്തും. പക്ഷെ നമ്മുടെ ശിവയും ഒരു ശംഖും മാത്രം രക്ഷപ്പെടും, ഹാരി പോട്ടറിലെ പോലെ. നോക്കച്ച എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. കളറായിട്ടുണ്ടല്ലോ. ബ്രഹ്മാൻഷ് ആപത്തിലിருக்கு. ഒരു മര്യാദ വേണ്ടേ? இப்போ நம்ம என்ன பண்றது குருஜி? இப்போ நாம எல்லாத்தையும் ரெடி பண்ணிட்டு கிளம்புறோம். നമ്മുടെ ശിവ സ്വയം ഒരു അസ്ത്രമാണ്, അഗ്നി അസ്ത്രം. മൂപ്പരുടെ പവർ അവന്റെ ശരീരവുമായി കണക്ട് ആയിട്ട് കിടക്കുകയാണ്. ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനെ അല്ലാട്ടോ. ചെലമ്പും വളയും കത്തിയൊക്കെ ഉണ്ടെങ്കിലേ അവർക്ക് പവർ കിട്ടൂ. അങ്ങനെ ശിവനെ ഹെഡ് ഓഫീസിൽ നിർത്തി ഇഷ ഇവന്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി തിരിച്ചുപോയി. ഈ ശിവയ്ക്ക് ഒരു സൂപ്പർ പവർ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ആ സൂപ്പർ പവറിനെ പറ്റി കൂടുതൽ അറിഞ്ഞപ്പോ എനിക്ക് ഇയാളോട് സഹതാപമാണ് തോന്നിയത്. എന്താന്ന് വെച്ചാ ഇവന്റെ ശക്തി തീയാണ്. പക്ഷെ ആ തീ പുറത്തോട്ട് വരണമെങ്കിൽ എപ്പോഴും ഇവന്റെ കൂടെ ഈ പെണ്ണ് വേണം. അതിനും ഭേദം ട്രെയിനിന് തല വെക്കണതാണ്. 100% ഞാൻ യോജിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഈ സ്പൈഡർമാന്റെ കയ്യിൽ നിന്ന് വല വരണമെങ്കിൽ അയാളുടെ കൂടെ എപ്പോഴും മേരി ജെയിൻ വേണം എന്ന് പറയുന്നത് പോലെ. ഒന്ന് പോടോ. എന്തായാലും മൂപ്പര് കാര്യമായിട്ട് ട്രെയിനിങ് ഒക്കെ നടത്തി തീ പുറത്തോട്ട് കൊണ്ടുവരാനായിട്ട് ആഞ്ഞു ശ്രമിക്കുന്നുണ്ട്. ശിവന്റെ ഡ്രസ് എടുക്കാൻ വേണ്ടി പോയ ഇഷ വില്ലന്മാരാൽ ആക്രമിക്കപ്പെടുകയാണ്. A few moments later. അത് ശരി, അത്തില്ലായിരുന്നോ? ഇതിന്റെ ഇടയിൽ നമ്മുടെ ജുനൂൺ കുറെ മാന്ത്രികമാല വെച്ച് അവൾക്ക് വേണ്ടി ഒരു ആർമി ഉണ്ടാക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയ നമ്മുടെ ശിവ ഒരു കാര്യമില്ലാതെ ആ മാന്ത്രികമാല കഴുത്തിലിട്ട് മണ്ടത്തരം കാട്ടി ഹെഡ് ഓഫീസ് എവിടെയാണുള്ളതെന്ന് ജുനൂണിനും വീട്ടിലെ ഊണിനൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ബ്രഹ്മാസ്ത്രത്തിന്റെ 3ാമത്തെ കഷ്ണം ഒരു ശംഖിന്റെ രൂപത്തില് ശിവന്റെ അമ്മ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇപ്പൊ ഈ 2 കഷ്ണങ്ങൾ നമ്മുടെ ഡംബിൾഡോറിന്റെ കയ്യിലുണ്ട്. ഇനി ഈ ജുനൂൺ വരുന്നതിന് മുന്നേ ഇവിടുന്ന് എസ്കേപ്പ് ആവണം. അവിടെ ഒരു റൊമാൻറ്റിക് സീൻ. எங்களுக்கு எதுவுமே புரியல, ரொம்ப குழப்பமாவே இருக்கு. എങ്ങനെ പുരിയും? ഒരേ സമയം എല്ലാ സിനിമയും അടിച്ചു മാറ്റി ഇറക്കിയ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ശിവന്റെ ഫയർ ഷോ കാണാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാതെ ഒരാൾ കൂടി വന്നു, നമ്മുടെ ജുനൂൺ. അങ്ങനെ ശിവന്റെ മണ്ടയ്ക്ക് അടിച്ച് മയക്കി കിടത്തി അവിടെയുള്ള എല്ലാവരെയും ജുനൂൺ കെട്ടിയിടും. പിന്നെ നോക്കുമ്പോ എന്താ, ശിവ കൂളായിട്ട് എഴുന്നേറ്റ് വരികയാണ്, കൂടെ ഇഷയും. അല്ല, അപ്പൊ ഈ ജുനൂൺ എന്താണ് ഇവരെ രണ്ടുപേരും കെട്ടിയിടാഞ്ഞത് എന്നാവോ? കയറ് കഴിഞ്ഞോ? ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. അങ്ങനെ ശിവ തീ കത്തിക്കാനുള്ള ലൈറ്റർ ഇഷയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് ഇയാൾ ഒരു ഐഡിയ ഉണ്ടാക്കും. ഇതാണ് ഇയാളുടെ ഐഡിയ. നിന്റെ ബുദ്ധി സമ്മതിച്ചടാ, സൂപ്പർ ഐഡിയ. ആ സൂപ്പർ. ഈ പെണ്ണിന്റെ കയ്യിൽ ആകെ 2 കഷ്ണം ഉണ്ടായിരുന്നുള്ളൂ. ഈ പൊട്ടം വന്ന് 3ാമത്തെ കഷ്ണം കൂടി എറിഞ്ഞു കൊടുക്കുകയാണ്. പിന്നൊരു ഫൈറ്റാണ്. അതിന്റെ ഇടയിൽ ഇഷ എങ്ങനെയൊക്കെയോ ബാക്കിയുള്ള 2 കഷ്ണം കൂടി എടുത്തോണ്ട് ഓടുകയാണ്. പക്ഷെ നമ്മുടെ ഡോബി ജുനൂണിനെ കൊല്ലും. അങ്ങനെ ജുനൂൺ ചത്തു. ചെക്കൻ മാസാണ് കേട്ടോ. പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ്, ജുനൂൺ ചത്തിട്ടില്ല. മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ? അങ്ങനെ ജുനൂൺ ചപ്പാത്തിക്കല്ലിന്റെ 3 കഷ്ണങ്ങളും യോജിപ്പിച്ചു. ബ്രഹ്മാസ്ത്രത്തിന്റെ ശക്തി കൊണ്ട് ഭൂമി പിളർന്ന് പല കഷ്ണങ്ങളായിട്ട് മാറുകയാണ്. അങ്ങനെ ബ്രഹ്മാസ്ത്രത്തിന്റെ പവറിനെതിരെ ശിവ തന്റെ അഗ്നി അസ്ത്രം ഉപയോഗിക്കുകയാണ്. ഇഷ ഇടയ്ക്കൂടെ ശിവന് നല്ല സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പെണ്ണ് ഇവനെ സ്നേഹിച്ച ശരിയാവില്ല. അങ്ങനെ ബ്രഹ്മാസ്ത്രം അഗ്നി അസ്ത്രത്തിന് മുന്നിൽ തോറ്റു.
അല്ല, ഈ ചപ്പാത്തിക്കല്ലിനല്ലേ ഇത്രയും കാലം അസ്ത്രങ്ങളിൽ വലിയ അസ്ത്രം സർവാസ്ത്ര പ്രധാനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഫ്ലാഷ് ബാക്ക്. இந்த அஸ்திரத்தோட சக்தி என்னன்னு தெரியுமா? സർവ അസ്ത്ര പ്രധാനം സൃഷ്ടി വിജയേത കാരകം നമ്മളോட கௌரவம் நம்ம மகத்துவம் இந்த பிரபஞ்சத்தோட மூலாதார சக்தி அதுல நிரம்பிருக்கு. എന്നിട്ടിപ്പോ ബ്രഹ്മാസ്ത്രം ശിവவோட അഗ്നിക്ക് അടിപണിയ ആരംഭിച്ചത്. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. ഇതിനെ സംരക്ഷിക്കാൻ നോക്കിയിട്ടല്ലേ കാലാകാലങ്ങളായിട്ട് കുറെ പേര് ചത്തു തൊലഞ്ഞത്. ഓം ഹ്രീം ഹാരി പോട്ടർ വീണ്ടും വരട്ടെ. ശിവ இஷாக்காக தான் உயிரையே கொடுக்க தயாராயிருந்தா. அதன் மூலமா அவ அன்போட இன்னொரு மிகப்பெரிய வடிவத்தை காட்டுனா. தன்னையே உனக்காக தியாகம் செஞ்சவங்க அது ஆறாத வடிவா இப்பவும் இருக்கு. என்னது? அன்பு ஹரி, അൻപ്. അങ്ങനെ ലോർഡ് ഓഫ് ദ റിംഗ്സിൽ നിന്ന് ആരംഭിച്ച് ഹാരി പോട്ടറിലൂടെ പോയി സ്പൈഡർമാനിൽ ഒന്ന് കറങ്ങി ഈ സിനിമ അവസാനിക്കുകയാണ്. ഇതിന്റെ സംവിധായകനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കഥകൾ എന്തുമാവാം, പക്ഷേ അത് നിങ്ങളുടേത് മാത്രമായിരിക്കണം. നിങ്ങളുടേത് മാത്രം. ഇതെന്താടാ ദോശയോ ഇഡ്ഡലിയോ? ഇതാണച്ചാ ബ്രഹ്മാസ്ത്രം. നമോ നമഃ